ഇപ്പോൾ കഞ്ചാവ് സാധാരണ നമ്മുടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് ചടയൻ, ഒന്ന് തപസ്സി എന്ന് പറയുന്ന സാധനം, മറ്റൊന്ന് നീലച്ചടയൻ. ഒരു ചെടിയിൽ നിന്ന് യവന്മാർക്ക് ഏതാണ്ടൊരു 5000 രൂപയുടെ ഡ്രഗ്സ് കിട്ടും. അപ്പോൾ അയ്യോ സാറേ ഇത് കഞ്ചാവല്ലല്ലോ, ഞങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു ഓരോ കൃഷിയാണെന്ന്. സംഭവം ശരിയാണ്. അവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയാം, അപ്പോൾ ആര് കണ്ടാലും അത് കഞ്ചാവാണെന്ന് പറയില്ല. പക്ഷെ എൻ്റെ കണ്ണിൽ എങ്ങനെയോ പെട്ട കഞ്ചാവ് കൃഷി ഇവിടെ നിൽക്കാൻ കാരണം എന്നറിയില്ല. മിക്കവാറും സാറ്റലൈറ്റ് പിടിക്കുന്നത് കഞ്ചാവ് തോട്ടം ഉണ്ടാക്കിയാൽ ഇതിനകത്തു നിന്നൊരു റേഡിയേഷൻ പുറത്തേക്ക് വരും. ഇത് ഞാൻ പോയി വെട്ടി ചുട്ടോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ 4 വശത്തു നിന്ന് കല്ല് ഉറക്കിയത്. റിസർവ് വനത്തിനകത്ത് പോയി കഞ്ചാവ് വെട്ടിയിട്ടുണ്ട്. കഞ്ചാവ് വെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുത്തനെയും കിട്ടൂല. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ എന്തെന്നറിയാം, യവന്മാരെ നാടൻ നോക്കുകയാണ്, അത് വെച്ച് മുകളിലോട്ട് അമ്മമാരുടെ 3-4 വേടിയും അങ്ങോട്ട് വയ്ക്കും. കഞ്ചാവ് കൃഷി ഇവിടെ നിൽക്കാൻ കാരണം എന്നറിയാം, മിക്കവാറും സാറ്റലൈറ്റ് പിടിക്കുന്നത്. കഞ്ചാവ് ഈ നമ്മളെ ഈ വെസ്റ്റേൺ കാട്ടിൽ എവിടെ കഞ്ചാവ് തോട്ടം ഉണ്ടാക്കിയാൽ ഇതിനകത്തു നിന്നൊരു റേഡിയേഷൻ പുറത്തേക്ക് വരും ഈ ചെടിയിൽ നിന്ന്. ആ റേഡിയേഷൻ കണ്ട അപ്പം അത് ഫോട്ടോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ല, അത് കഞ്ചാവ് ചെടിയിൽ നിന്ന് സൂര്യപ്രകാശം വീഴുമ്പോൾ പുറത്തേക്ക്, അതിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു റേഡിയേഷൻ ഉണ്ട്. അത് സാറ്റലൈറ്റ് പിടിക്കും. അത് ഈ പർട്ടിക്കുലറായിട്ട് ഈ ഒരു പ്ലാന്റിൽ മാത്രമേ ഈ പ്ലാന്റിൽ വരും. അതിന് വേറെ പ്ലാന്റുകളിലുണ്ടാകാം, കഞ്ചാവിലുണ്ടാവും. അപ്പോൾ കഞ്ചാവ് സാധാരണ നമ്മുടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് ചടയൻ, ഒന്ന് തപസ്സി എന്ന് പറയുന്ന സാധനം, മറ്റൊന്ന് നീലച്ചടയൻ. ഈ നീലച്ചടയനൊക്കെ 5 മാസം കൊണ്ട് വിളവെടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു റേഡിയേഷനാണ് കഞ്ചാവിൻ്റെ. അത് ഈ സാറ്റലൈറ്റ് പിടിക്കും. 24 സാറ്റലൈറ്റ് മഴ കിടപ്പുണ്ട്. ഇതിലൊന്നിലെങ്കിലും പെടും. പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് അതിൻ്റെ മാപ്പ് അടക്കം ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ ചെന്ന് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മളെ സ്ഥലത്താണല്ലോ ഈ കൃഷി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒളിച്ചു വയ്ക്കാനൊന്നും കഴിയില്ല ആർക്കും. അത് കറക്റ്റ് പിൻ പോയിന്റ് ചെയ്ത് പിടിക്കുമെന്നേ. അതുപോലെ ഇപ്പോൾ അട്ടപ്പാടിയിൽ കഞ്ചാവ് പിന്നെ വേട്ടയ്ക്ക് നിരന്തരം പോകുന്നേ, പോകുമ്പോൾ എല്ലായിടത്തും വിളിക്കും, നിലമ്പൂരിൽ ആളുകളെ വിളിക്കും. അവിടെ നിന്ന് പറഞ്ഞാൽ ഒരുമിച്ചായിരിക്കും ഇത് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചെല്ലുമ്പോൾ അവിടെ ഒരു സ്റ്റാഫ് താമസിക്കുന്നൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ക്വാർട്ടേഴ്സിൻ്റെ ഒരു 7 സ്റ്റാഫ് അവിടെ താമസമുണ്ട്. അവന്മാർ അവിടെ ഞാൻ പോയി തലേന്ന് രാത്രി ഇപ്പോൾ അവിടെ കിടന്നിട്ട് രാവിലെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ മഞ്ഞ് മൂടിയിട്ടൊക്കെ കിടക്കുന്നുണ്ട് സ്ഥലം. ഞാൻ ഈ ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ നോക്കി വന്നപ്പോൾ എൻ്റെ കണ്ണിൽ തട്ടി. അവിടെ നിന്നൊരു 400 മീറ്റർ ദൂരമുണ്ട് കഞ്ചാവ്. അപ്പോൾ ആര് കണ്ടാലും അത് കഞ്ചാവാണെന്ന് പറയില്ല. പക്ഷെ എൻ്റെ കണ്ണിൽ എങ്ങനെയോ പെട്ടത് ആ സംഭവം എന്ന് പറയാം. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫിനോട് ചേട്ടാ കഞ്ചാവല്ലേ കാണും, നിങ്ങൾ കണ്ടില്ലേ, അതേതാണ്ട് വിളവെടുക്കാനായി. അപ്പോൾ അയ്യോ സാറേ ഇത് കഞ്ചാവല്ലല്ലോ, ഞങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു ഓരോ കൃഷിയാണെന്ന്. സംഭവം ശരിയാണ്. അവിടെ ചെന്നപ്പോൾ എന്താണെന്നറിയാം, ഒരു ലൈൻ തൂര, അടുത്ത ലൈൻ കഞ്ചാവ്, അടുത്ത ലൈൻ തൂര, അടുത്ത ലൈൻ കഞ്ചാവ്. ഇതിനൊരു കൃഷി രീതിയാണ്. അതെവിടെ ചേരിക്കുന്നറിയാം, ഈ ആദിവാസികൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഭൂമിയുണ്ട്. പുഞ്ചകൃഷിക്ക് വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്നത് പഞ്ചക്കാടെന്നാണ് അതിനെ പറയുന്നത്. കൃഷി പഞ്ചക്കാട് എന്നാണ് പറയുന്നത്. അവരുടെ കയ്യിലുള്ളതാണ് ആ ഭൂമി. ആളുകൾ പുറത്തുള്ള ആളുകൾ ചെന്ന് പൈസ കൊടുത്തിട്ട് പാട്ടത്തിനെടുത്തിട്ട് അവിടെ ഇതൊക്കെ ചെയ്യും. എന്നിട്ട് അവരെടുത്ത് പറയും ദൂരെ കൃഷിയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെടുത്ത് ഇത് ഞാൻ പോയി വെട്ടി ചുട്ടോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ 4 വശത്തു നിന്ന് കല്ല് ഉറക്കിയത് വളരെ ആദിവാസികൾ. പിന്നെ കുറച്ച് പോലീസുകാരുണ്ട്, നോമാർ പിന്നെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിലായി പോകുന്ന ഇതൊക്കെ നമ്മളെ ഇതാരാ ഇത് വന്ന് വാടകയ്ക്ക് എടുക്കണേ? ആദിവാസികളുടെ കയ്യിൽ നിന്ന് ഈ ഭൂമി പാട്ടത്തിനെടുക്കുന്ന അവന്മാർ എന്തായാലും പറയില്ല. ഇപ്പോൾ നമ്മൾ പിന്നെ ഈ റിസർവ് വനത്തിനകത്ത് പോയി കഞ്ചാവ് വെട്ടിയിട്ടുണ്ട്. കഞ്ചാവ് വെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരുത്തനെയും കിട്ടൂല. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ എന്തെന്നറിയാം, യവന്മാരെ നാടൻ നോക്കുകയാണ്, അത് വെച്ച് മുകളിലോട്ട് അമ്മമാരുടെ 3-4 വേടിയും അങ്ങോട്ട് വയ്ക്കുമ്പോൾ എന്തിനാന്നറിയാം വയ്ക്കുന്നത്, നമ്മളെ തോക്കണ്ടെന്നറിയാം. ഉടനെ നമ്മൾ തിരിച്ചു വയ്ക്കും. അപ്പോഴേ അവന്മാർ സ്ഥലം വിടും. തോക്കില്ലെങ്കിൽ അവന്മാർ ചിലപ്പോൾ മാറി നിൽക്കും. നമ്മൾ തിരിച്ച് വെക്കും, അവന്മാർ ഓടിപ്പോണേ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാവണ്ടല്ലോ. അങ്ങനെ പോയി വെട്ടി പോരും. പക്ഷെ ഇപ്പോൾ അത് നിർത്തി. ഇപ്പം നിരന്തര റെയ്ഡ് കൊണ്ട് ഒരു ചെടിയുണ്ടല്ലോ, ഒരു ചെടിയിൽ നിന്ന് യവന്മാർക്ക് ഏതാണ്ടൊരു 5000 രൂപയുടെ ഡ്രഗ്സ് കിട്ടും. കഞ്ചാവ് ഒരു ചെടിയിൽ നിന്ന് ഒരു പ്രായമായ 5 മാസം പ്രായമായ 5-6 മാസം പ്രായമായ ഒരു നീലച്ചടയനിൽ നിന്ന് 5000 രൂപയുടെ ഡ്രഗ്സ് കിട്ടും. 1 ഏക്കർ സ്ഥലത്ത് ഒരു 1600 തയ്യെങ്കിലും നടും. 40 ലക്ഷം രൂപ കിട്ടും ഒരു ഏക്കർ. ചെറിയ കൃഷിയല്ല, 1 ഏക്കറിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഏക്കർ കണക്കിന് ചെയ്ത് കളയും ചിലപ്പോൾ.
അപ്പോൾ ഇത് വെട്ടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, യുവമാർക്ക് ഇത് ചിലവാക്കിയ പൈസ നഷ്ടമാവുമല്ലോ. അതുകൊണ്ട് ഇത് വെട്ടാത്ത സ്ഥലം നോക്കി പോയിട്ടുണ്ട് ഇപ്പോൾ. എവിടെ ചില സ്ഥലങ്ങളിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ചില ഒറീസ, ബീഹാർ അത്തരം സ്ഥലങ്ങളിലാണ് പോയി ഇപ്പോൾ കൃഷി ചെയ്യുന്നതെന്നാണ് അറിവ്. അതേമാർ ഇത് ചെയ്ത് പണം ഉണ്ടാക്കി ശീലിച്ചവന്മാർ അത് ചെയ്തിരിക്കും. നമ്മുടെ കാടുകളിൽ കൃഷി ചെയ്യുന്ന കഞ്ചാവിൻ്റെ വിവിധതരം വെറൈറ്റികൾ അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ആ ചെടി അങ്ങനെ തന്നെ കൃത്യമായിട്ട് മൂന്നായിട്ട് തന്നെ അറിയാം, കണ്ടാലറിയും. ഈ കണ്ടാലറിയും. പക്ഷേ ഇപ്പോൾ ഏറ്റവും വ്യാപകമായിട്ട് ചെയ്യുന്നത് ഈ നീലച്ചടയനാണ്. എന്തൊക്കെയായിരുന്നു സ്പീഷീസ്? ഒന്ന് ചടയൻ, വെറും ചടയൻ. അത് നമ്മളെ ലോക്കൽ ഇവിടെയൊക്കെ കാണുന്ന ചെടി തന്നെയാണ് ചടയൻ. പിന്നെ താപസി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ആ ഇലയുടെ അടിഭാഗം നോക്കിയാൽ അറിയാം, കളർ നോക്കുമ്പോൾ അറിയാം. പിന്നെ ഇത് നീലച്ചടയൻ എന്ന് പറയുന്ന സാധനം. നീലച്ചടയൻ എന്ന് പറഞ്ഞാൽ വേഗം വളരും, ഫാസ്റ്റ് ഗ്രോത്താണ്. ഇതെവിടെ എനിക്ക് തോന്നുന്നു ഏതോ ഈ പിന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തതായിരിക്കും. മറ്റേ എന്താ ഇത് ചെയ്തിട്ടേ എന്താനൊക്കെ പറയുന്ന പോലെ നടത്തി ഒരു എന്താ ഉണ്ടാക്കി നീലച്ചടയൻ എന്ന് പറയുന്ന സാധനം. അത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ്, കാത്തിരിക്കണ്ട. 5 മാസം കഴിയുമ്പോൾ അത് വിളവെടുക്കാം. പിന്നെ അതുമല്ല അതിൽ ഡ്രഗ്സ് കൂടുതൽ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഈ താപസി അതുപോലെ തന്നെ ചടയൻ അതിലും അതിൽ ഇത്തിരി സമയം കൂടുതൽ വേണം ഗ്രോത്ത്. പിന്നെ അതുമല്ല ഡ്രഗ്സിൻ്റെ അളവ് കുറവായിരിക്കും, ഈ കിട്ടുന്ന ഈൽഡ് കുറവായിരിക്കും. അങ്ങനെയുണ്ട്. നിൽക്കില്ല. പക്ഷേ ഈ നീലച്ചടയം വലിയ എവിടുന്ന് അമ്മമാർ കൊണ്ടുവരുന്നതെന്നറിയില്ല. എങ്ങനെയോ പിന്നെ ഇത് ശരിക്കും ഇത് ഏതോ സയൻറ്റിസ്റ്റുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അല്ല പിന്നെ നമ്മൾ പറയാതിരിക്കാത്തില്ല. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. വിത്താണോ പ്ലാന്റ് ആണോ നടുന്നത്? ഇത് അവന്മാർ പിന്നെ വിത്തുണ്ട്, നഴ്സറി എടുക്കും. ആദ്യം വിത്തിട്ട് ഒരു ബെഡ് എടുക്കും. ബെഡ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, മറ്റേ ഒരു തറയുന്ന ഇത്തിരി ഉയരത്തിൽ ബെഡ് എടുക്കും. നമ്മൾ ഈ ടീക്ക് തൈയൊക്കെ ബെഡ് എടുത്ത് പിന്നെ തേക്കും കുരുവൊക്കെ മുളപ്പിക്കുന്ന കണക്ക് അവന്മാർ ബെഡ് എടുത്തിട്ട് ഇതിൻ്റെ അരി ഇട്ടിട്ട് ഇതിൽ അവിടെ സീഡ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കും. തൈ ആ സീഡ്ലിങ്സ് എടുത്താണ് അവർ പ്ലാന്റ് ചെയ്യുന്നത്. പ്ലാന്റ് ചെയ്തിട്ട് അവർ നല്ല വളം ചേർക്കും. അവിടെ ഒരു പിണ്ണാക്കും അതും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഇരിക്കുന്നവന് മിക്കവാറും അവൻ്റെയൊക്കെ ഈ തീറ്റ എന്ന് പറയുന്നത് മറ്റേ ഉണക്കക്കപ്പയായിരിക്കും. ചാക്ക് കണക്കിനൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഉണക്ക മീനും. പിന്നെ കാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്തിനെയൊക്കെ വെടിവെച്ച് തിന്നുകയും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ സുഖമായിട്ടൊക്കെ കഴിഞ്ഞ് കൂടുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ. ഏതായാലും ഇപ്പോൾ അത് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളിൽ നമ്മളെ കേരളത്തിൻ്റെ ഭാഗത്ത് ഇത് പൊതുവേ ഇപ്പം നിങ്ങൾ മലയാറ്റൂർ ആ ഭാഗത്തൊക്കെ എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അവിടെ ഇപ്പോഴും വിവരമില്ലാത്ത കുറേ പോച്ചേഴ്സ് ഉണ്ടെന്നറിയാം. പോച്ചിങ് നായാട്ട് നടത്തുന്നവന്മാരുണ്ട്. കഞ്ചാവ് ഇതുപോലെ ആരും പൈസ മുടക്കി പൈസ കളയാൻ നിൽക്കില്ല. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. എവിടെ കണ്ടാലും സാറ്റലൈറ്റ് ഉണ്ടാകും, പടമെടുക്കും. എവിടെ കണ്ടാലും ഈ സാറ്റലൈറ്റിനെ മറയ്ക്കാവന്മാർ വേറെ ചില പണികൾ ഇടയ്ക്ക് ചെയ്തു നോക്കി. എന്തെന്നറിയാം, സ്പൊറാഡിക്കായിട്ട് ചെയ്യാം, ഇടവിട്ട്. എന്ന് പറഞ്ഞാൽ ഗ്രിഗേറിയസ് ആയിട്ട് ഒരിടത്ത് പ്ലാന്റേഷൻ പോലെ അല്ല. ഇവിടെ ഒരു ചെടി നട്ടിട്ട് പിന്നെ കാട്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു ചെടി നടുക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നാലും അത് വെട്ടിപ്പോവും. നമ്മളെ ട്രൈബ്സ് ഉണ്ടല്ലോ, അവന്മാരെ കയ്യിലെടുത്താൽ മാത്രമേ അത് നിൽക്കൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവന്മാർ ഇൻഡിജിനിയസ് പീപ്പിൾ, അവന്മാർ കാട്ടിലെ ഓരോ സ്ക്വയർ ഇഞ്ചും പരിശോധിക്കുന്നവന്മാരാണ്. നമ്മൾ അങ്ങനെ പോവില്ലോ. ഇവന്മാർ കാട് കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. എപ്പോഴും ഞാൻ വനസംരക്ഷണം നടത്തിയിട്ടുള്ളത് ഇവരെ എൻ്റെ കൂടെ നിർത്തിയിട്ടാണ്. ശരിക്കും വനസംരക്ഷണത്തിന് പറ്റിയ ആളുകൾ അവരാണ്. ഏത് കാട്ടിൻ്റെ ഉള്ളിൽ ആന ചരിഞ്ഞ് കിടന്നിട്ട് ചിലപ്പോൾ കൊമ്പ് വരെ നഷ്ടപ്പെട്ടാലും നമ്മൾ അറിയണമെന്നില്ല. മാസങ്ങൾ കഴിഞ്ഞ് അസ്ഥികൂടം മാത്രം ചിലപ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോഴേ ചിലപ്പോൾ അറിയൂ. പക്ഷേ ഈ ആദിവാസികളെ കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആന ചരിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ അമ്മമാർ അറിഞ്ഞാൽ അമ്മമാർ കൃത്യമായി റേഞ്ച് കിട്ടുന്ന ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. എന്നെ പല കാര്യം എൻ്റെ ഇൻഫോർമർമാർ, എൻ്റെ ഇൻ്റലിജൻസ് വർക്ക് നടത്തിയവർ എല്ലാം ട്രൈബ്സാണ്. അവർ ഈ കഞ്ചാവ് തോട്ടമൊന്നും വിളിച്ച് പറയാറില്ല. ഉണ്ടെങ്കിലും പറയും. കഞ്ചാവ് കൊണ്ട് അവരപ്പം അറിയിക്കും. പക്ഷേ ഇപ്പോൾ ഇതില്ല ഇല്ല. പിന്നെ ആളുകൾ ചിലപ്പോൾ ഒന്നുമില്ല, ചില ആവശ്യക്കാരൊക്കെ സ്പൊറാഡിക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ സാറ്റലൈറ്റ് കിട്ടുമോ? അത് കിട്ടാൻ പ്രയാസമായിരിക്കും. പ്ലാന്റേഷനിലായിരിക്കും പെട്ടെന്ന് അറിയുക, റേഡിയേഷൻ്റെ ഇതുകൊണ്ടേ അങ്ങനെ അറിയുക.